എത്ര കരി പിടിച്ച പാത്രവും ഈ ലിക്വിഡിലൊന്ന് മുക്കി തേച്ച് കഴിഞ്ഞാൽ പുതിയതിനേക്കാൾ തിളങ്ങും. ഞാനൊരു 30 സെക്കൻഡോളം ഇതിൽ ഉരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡിൻ്റെ ആ പവർ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഞാൻ ഇച്ചിരി അല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കാണിക്കാം. ഈ കരി പിടിച്ച പാത്രം നമ്മൾ എത്രയൊക്കെ കഴുകിയാലും അതിലെ കരി പോകത്തില്ല. നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് എത്ര ഉരച്ച് നോക്കിയാലും പോകത്തില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. അത്യാവശ്യം വേണ്ടത് സോഡാപ്പൊടി വേണം, ഏതെങ്കിലും ഒരു പേസ്റ്റ്, പിന്നെ ഷാമ്പുവിന് പകരം നമ്മൾ ഏതെങ്കിലും ലിക്വിഡ്, പാത്രം കഴിയുന്ന ഒരു ലിക്വിഡ് എടുത്താൽ മതി. അതിപ്പോൾ എൻ്റെ ഇല്ല, ഞാനാണ് ഷാമ്പു എടുത്തത്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും ഈ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. ഷാമ്പു ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ തൽക്കാലം ചെവിടിലൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ കരി പോകുന്നത്. വലിയ വില ഒന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഉരച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഇതിലുള്ള കരിയെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനകത്തെ കരികളെല്ലാം പോയി കിട്ടും. അതുപോലെ തന്നെ പാത്രങ്ങളിൽ അഴുക്കൊക്കെ പറ്റി കരിഞ്ഞിരിക്കുന്ന പാത്രങ്ങളാണെങ്കിലും അതിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഈ ലിക്വിഡൊന്ന് ഒഴിച്ച് വരച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അതിലുള്ള കരികളെല്ലാം മാറിക്കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇതിലുള്ള കരിയാണ് മാറുന്നത്. ഞാനൊരു 30 സെക്കൻഡോളം ഇതിൽ ഉരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡിൻ്റെ ആ പവർ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഞാൻ ഇച്ചിരി അല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കാണിക്കാം. ഇതാ നോക്കുക, അതിലുള്ള അഴുക്കുകൾ മൊത്തം നല്ല രീതിയിൽ തന്നെ കരികൾ പോയിട്ടുണ്ട്. പാത്രം നല്ല പോലെ ആയിട്ടുണ്ട്.